താൻ എന്തു വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ദയവ് ചെയ്ത് അർച്ചനെ മാത്രം തിരിച്ച് ചോദിക്കരുത്. ഈ അവസ്ഥയിൽ അർച്ചന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. പ്ലീസ് അച്ചി. മൂർത്തി ഏട്ടത്തിക്കെതിരെ ഒരു വാക്കുപോലും പറയില്ലെന്ന് എനിക്ക് ഉറപ്പാ. മൂർത്തി പറയില്ല, അതെനിക്കും അറിയാം. പക്ഷെ രാജീവ്, അയാള് മൂർത്തിയെ ഇടിച്ച് ചതച്ച് രഹസ്യങ്ങൾ ചോർത്തു. എന്നോട് മാത്രമല്ല, മൂർത്തിയോടും രാജീവിന് വൈരാഗ്യമുണ്ട്. രാജീവിനെ കൊല്ലാൻ ശ്രമിച്ചത് മൂർത്തിയുടെ നേതൃത്വത്തിലാണെന്ന് രാജീവിന് മനസ്സിലായിട്ടുണ്ട്. മൂർത്തിയെ രക്ഷിക്കാൻ പിന്നെ എന്താണൊരു വഴി? മാഡം, ആദ്യം നമുക്ക് സ്റ്റേഷൻ ജാമ്യത്തിന് ശ്രമിക്കാം. അതല്ല അവരെ കോടതിയിൽ ഹാജരാക്കാനാണ് ശ്രമിക്കുന്നതെങ്കിൽ നമുക്ക് കോടതിയിൽ നിന്ന് ബെയിലെടുക്കാം. പോലീസ് റിപ്പോർട്ട് ശക്തമാണെങ്കിൽ ചിലപ്പോൾ റിമാൻഡും ചെയ്യാം. ഇനി അതല്ല, പോലീസ് കസ്റ്റഡി ആവശ്യപ്പെട്ടാൽ ചിലപ്പോൾ 1-2 ദിവസം പോലീസ് കസ്റ്റഡിയിൽ വിട്ടെന്നും വരാം. അതന്വേഷിക്കാനുള്ള ഏർപ്പാടൊക്കെ ഞാൻ ഇപ്പം തന്നെ ചെയ്യാം മാഡം. അത് മാത്രം പോരാ വക്കീലേ. അമ്മാവന്റെ കേസ് വാദിക്കാൻ സുഗതൻ മേനോനുമായി കോടതിയിൽ എത്തുന്നതിന് മുൻപ് ഗോകുലിന്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണം. അയാളുടെ ശ്രദ്ധ തിരിക്കാൻ മറ്റെന്തെങ്കിലും കൂടെ ചെയ്തേ പറ്റൂ. നമുക്ക് അയാളുടെ കുട്ടിയെ തട്ടിക്കൊണ്ട് പോയാലോ? അത് റിസ്ക് ആണ്, പ്രത്യേകിച്ചും കുട്ടി ഇങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുമ്പോ. റിസ്ക് എടുക്കാതല്ലോ വക്കീലേ അവന്തിക ഇങ്ങനായത്. ഇത് ജീവൻ മരണ പോരാട്ടമാ. സന്ദീപ് പറഞ്ഞൊരു മോശം കാര്യമൊന്നുമല്ല. അങ്ങനൊരു റിസ്ക് എടുക്കാതെ ഈ കേസിൽ ജയിക്കാൻ പറ്റില്ല എന്ന് വന്നാ ആ റിസ്ക് എടുക്കുക തന്നെ വേണം. എന്തിനാ കാണണമെന്ന് പറഞ്ഞേ? അർച്ചനയുടെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം എടുത്തോ? അത് അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടിയിട്ടില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ചയുടെ ആവശ്യം എന്താ? അർച്ചനയുടെ കാര്യമല്ലാതെ മറ്റൊന്നും നമ്മൾ തമ്മിൽ സംസാരിക്കാനില്ലല്ലോ. അതെ, അർച്ചനയുടെ കാര്യം തന്നെ എനിക്ക് സംസാരിക്കാനുള്ളത്. സച്ചിക്കറിയാമല്ലോ എന്റെ മോളുടെ കാര്യം. നിങ്ങളുടെ മോളോ? അവള് ഞങ്ങളുടെ മോളാ, എന്റെ അർച്ചനയുടെ മകള്. സച്ചി, താൻ തെറ്റിദ്ധരിച്ചിരിക്കുക. എന്റെ ഇസബെല്ല പ്രസവിച്ച കുഞ്ഞാണ് ഗൗരി. നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത കള്ളക്കഥകൾ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നേ? എന്റെ അർച്ചന വളർത്തിയ ഗൗരി അവൾ എന്റെ മകളാ. നിങ്ങളിനി എന്തു പറഞ്ഞാലും ഞാനത് വിശ്വസിക്കില്ല. നമുക്ക് ഈ സംസാരം ഇവിടെ നിർത്താം. സച്ചി, പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. എന്നിട്ട് താനൊരു തീരുമാനം എടുത്തോ. ഗൗരിമോളെ കുറിച്ച് ഡോക്ടർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. എന്ത് കാര്യം? ഗൗരിമോക്ക് ഈ അസുഖം പാരമ്പര്യമായിട്ട് കിട്ടിയതാ. ഇപ്പോ സർജറി നടത്തി രക്ഷപ്പെട്ടെങ്കിലും മോളുടെ അസുഖം പൂർണ്ണമായും മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഏത് നിമിഷവും അവളുടെ അസുഖം തിരിച്ചു വരാം. ഹോസ്പിറ്റലിലായിരുന്ന ദിവസങ്ങൾ മുഴുവൻ രാവും പകലും ഉണ്ണാതെയും ഉറങ്ങാതെയും അവൾക്ക് വേണ്ടി കാത്തിരുന്നത് അർച്ചനയാ. അബോധാവസ്ഥയിലും അമ്മയെന്ന് മാത്രം അവൾ വിളിച്ചത്. അത് പിന്നെ അങ്ങനെയാണല്ലോ സാറേ. അതാണല്ലോ അമ്മയും മകളും തമ്മിലുള്ള ബന്ധം. അതിലും അപ്പുറം അർച്ചനയും ഗൗരിമോളും തമ്മിലുള്ള ബന്ധം. ഗൗരിമോൾക്കെല്ലാം അവളുടെ അമ്മയാ. അർച്ചന കൂടെയില്ലാതെ ഒരു നിമിഷം പോലും ഗൗരിമോൾക്ക് ജീവിക്കാനാവില്ല. ഒരു ചെറിയ വിഷമം പോലും എന്റെ കുഞ്ഞിന് താങ്ങാൻ കഴിയില്ല. അങ്ങനെ വന്നാ ഏത് നിമിഷവും അവള് പഴയ അവസ്ഥയിലേക്ക് പോവും. അങ്ങനെ സംഭവിച്ച എന്റെ ഗൗരിമോള് പിന്നൊരിക്കലും ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. എന്റെ മോക്ക് വേണ്ടി ഞാൻ സച്ചിയോടൊരു കാര്യം ചോദിക്കുക. ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് അർച്ചനെ ഉടനെ തിരിച്ചു വിളിക്കാതിരിക്കാൻ സച്ചിക്ക് ഞാൻ എന്താ തരണ്ടേ? സച്ചി, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാനും എൻ്റെ മോളും എൻ്റെ വീടും എല്ലാം ജീവിക്കുന്നത് അർച്ചനയുടെ ബലത്തില. അർച്ചനയില്ലാതെ
ഒരു ഇഞ്ച് പോലും ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ദയവ് ചെയ്ത് സച്ചി അർച്ചനെ ഉടനെ തിരിച്ചു ചോദിക്കരുത്. അതിന് ഞാൻ എന്ത് വേണമെങ്കിലും തരാം. എന്റെ സമ്പാദ്യം മുഴുവൻ വേണമെങ്കിലും. ഓ, അപ്പോ ഇതാണല്ലേ മനസ്സിലിരിപ്പ്? പണം കൊണ്ട് എന്തും വിലയ്ക്ക് വാങ്ങുന്നതാണോ നിങ്ങൾ കരുതിയേ? ഇതുപോലാണോ ആരതി വെക്കലിനെ നിങ്ങൾ വിലക്കെടുത്തേ? ആരതി വെക്കലാണോ നിങ്ങൾക്ക് ഈ ബുദ്ധി പറഞ്ഞു തന്നേ? ഇല്ല സച്ചി, ആരതിക്ക് കാര്യങ്ങളൊന്നും അറിയില്ല. ഞാനിത് വിശ്വസിക്കണം അല്ലേ? എടോ, നിങ്ങളൊരു മനുഷ്യനാണോ? എന്റെ കുടുംബത്തിൽ ഇപ്പൊ എന്താ നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാവോ? എന്റെ അമ്മയുടെ അവസ്ഥ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? സ്വന്തം മോളെ കാണാതെ മാനസിക നില തെറ്റി മെന്റൽ ഹോസ്പിറ്റലിലായിരുന്നു. അറിയോ എനിക്ക്? ഏത് നിമിഷവും അർച്ചനയെന്ന് വിളിച്ചുകൊണ്ട് അബോധാവസ്ഥയിൽ ഇറങ്ങി നടക്കുക. കഴിഞ്ഞ 10 വർഷം ഒരു ഭ്രാന്തനെ പോലെ ഞാൻ ജീവിച്ചത് എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയിട്ടാ. ആ എന്റെ കാത്തിരിപ്പിനാണോ നിങ്ങൾ ഈ വില പറയുന്നേ? ഈ 10 വർഷവും നിങ്ങൾ അവൾക്കൊപ്പം സുഖമായിട്ട് ജീവിക്കല്ലായിരുന്നോ? സച്ചി, അർച്ചന ഞങ്ങളോടൊപ്പം ജീവിച്ചെന്നുള്ള സത്യവാ. പക്ഷേ മതി സാറേ, ഒരിക്കൽ പറഞ്ഞെന്നും ഇനി ആവർത്തിച്ച് പറയണ്ട. എനിക്കെല്ലാം അറിയാം സാറേ. എല്ലാം ഞാൻ വിശ്വസിക്കുന്നതാണോ നിങ്ങൾ കരുതുന്നേ? നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ട് ഞാൻ ക്ഷമിച്ചതേ എന്റെ അർച്ചനയ്ക്ക് വേണ്ടിയാ. എന്നിട്ടും ഇത്രയും ക്രൂരത എന്നോട് വന്ന് ചോദിക്കാൻ തനിക്ക് എങ്ങനെ തോന്നിയടോ? അർച്ചനെ തിരിച്ചു ചോദിക്കരുത് പോലും. എടോ, മറ്റൊരാളുടെ ഭാര്യയെ തന്റെ ഭാര്യയാണെന്ന് പറഞ്ഞ് വെച്ചോണ്ടിരിക്കാൻ തനിക്ക് നാണമില്ലടോ? സച്ചി, താൻ എന്തു വേണമെങ്കിലും പറഞ്ഞു. പക്ഷേ ദയവ് ചെയ്ത് അർച്ചനെ മാത്രം തിരിച്ചു ചോദിക്കരുത്. ഈ അവസ്ഥയിൽ അർച്ചന ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുന്ന കാര്യം എനിക്ക് ആലോചിക്കാൻ കൂടി പറ്റില്ല. പ്ലീസ് സച്ചി, എന്റെ മോനോടൊരല്പം അലിവ് കാണിക്കണം. തനിക്കെന്താടോ ഭ്രാന്താണോ പിന്നെ ആവർത്തിച്ച് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാൻ? താനൊരു മാന്യനാണെന്ന് ഞാൻ കരുതി. അതല്ലാന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഓർമ്മയില്ലാത്ത ഊരും പേരും അറിയാത്തൊരു സ്ത്രീയെ 10 വർഷം ഒളിപ്പിച്ച് താമസിപ്പിച്ചതും പോരാ, അവളുടെ അവകാശികളൊന്ന് ചോദിച്ചപ്പോ കൊടുക്കാൻ മനസ്സില്ല പോലും. എന്റെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ ഈ സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. ഇപ്പോഴും അവളുടെ കഴുത്തി കിടക്കുന്നത് ഞാൻ കെട്ടിയ താലിയാ. എന്റെ അർച്ചനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നിങ്ങൾ ചൂഷണം ചെയ്യാൻ. അവളോടൊപ്പം ജീവിച്ച് നിങ്ങൾ സുഖം പിടിച്ചുപോയി. നിങ്ങൾക്കെതിരെ പോലീസിൽ പീഡന കേസ് കൊടുക്കേണ്ടതാ. എന്റെ പാവ അർച്ചനെ നിങ്ങൾ... ഏയ് സച്ചി, നിർത്ത്. മര്യാദയോടെ പറയരുത്. ആ, നിങ്ങൾക്ക് കാണിക്കാം അല്ലേ? ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാടോ. എന്റെ അർച്ചനയും മോളെയും തിരിച്ചു കൊണ്ടുപോയിട്ടല്ലാതെ ഇനി എനിക്ക് വിശ്രമമില്ല. സച്ചി, സച്ചി, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഒന്ന് പോടോ. സച്ചി, സച്ചി പ്ലീസ്. സച്ചി.